അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ, അതായത് ഈ വർഷത്തെ 2023 അവസാനത്തെ വീഡിയോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതെ, അത് മാത്രമല്ല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 31 ഡിസംബർ ആണ്. 31 ഡിസംബർ ഇപ്പോൾ ഏകദേശം മണി 8:30 ന്യൂ ഇയർ നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത് ന്യൂ ഇയർ എൻജോയ് ആണ്. അത് ന്യൂ ഇയർ നല്ല അടിപൊളിയായിട്ട് വരവേക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടിപൊളി സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ പോകും, ഫാമിലി ആയിട്ട് നമ്മൾ പോകും. അപ്പോൾ അങ്ങനെ ഒരു 3 സ്ഥലങ്ങളുണ്ട് ട്രിവാൻഡ്രത്ത്. നല്ല കിടിലം വൈബുള്ള സ്ഥലങ്ങളാണ്. അതിൽ കൂടുതലുണ്ട്, പക്ഷേ കിടിലം 3 സ്പോട്ടുകളാണ്. അപ്പോൾ അത് മൊത്തം നിങ്ങളെ കൊണ്ടുപോകാൻ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മൊത്തം എന്താ പറയുക ആ ഒരു മൊത്തമുള്ള വൈബ് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതെ, അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ളവർക്ക് ഇത് സുപരിചിതമായിരിക്കാം, ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ വീഡിയോ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ കനകക്കുന്നിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കനകക്കുന്നിലോട്ട് പോകാം. നമ്മളിപ്പോൾ മ്യൂസിയം എത്താറായി. കണ്ടു ട്രാഫിക് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് കേട്ടോ. അനങ്ങാൻ പറ്റില്ല, കാർ എടുത്തുകൊണ്ടെങ്ങാനും വന്നാൽ പെട്ട്. നമ്മളെ മ്യൂസിയത്തിൻ്റെ സൈഡിൽ അകത്തോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ട് പോവാണ്. അവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാനാണ്. ഇന്ന് ഡിസംബർ 31. അപ്പം നാളെ ഇന്ന് രാത്രി 12 മണിക്ക് നമ്മുടെ ന്യൂ ഇയർ വരികയാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇറങ്ങിയേക്കുന്നത്. ഇവിടെ സെലിബ്രേഷൻ നടക്കുവാണ്, ഫുള്ള് ലൈറ്റും അങ്ങനെ കുറേ എന്താ പറയുക ഇലുമിനേഷനും പ്രോഗ്രാമും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതിന് ടിക്കറ്റ് ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഒരാൾക്ക് 100 രൂപീസാണ്. ഉണ്ടോ? അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. മരം നല്ല എന്താ പറയുക പ്രകാശിച്ചിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കാന്നൊക്കെ പറഞ്ഞ പോലെ പ്രകാശിച്ചിങ്ങനെ നിൽക്കുകയാണ്. നിശാഗന്ധിയിലെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. വെറൈറ്റി ആയിട്ടൊരു സംഭവം നമ്മൾ കണ്ടു. മറ്റൊന്നുമല്ല, എന്തോ ബാമ്പു ഇങ്ങനെ തൂക്കി ഇട്ടേക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഒരാൾ പോയിട്ടുണ്ട് എന്താ നോക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് പന്തലുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുക്കാം. അതെ, എല്ലാം ഒരു സെയിം, എല്ലാ ടൈമും വരുന്ന പോലുള്ള ഒരു ആഘോഷം എന്നുള്ളതിൻ്റെ ഒരു രീതി തന്നെയാണ് ഇത്തവണ. പ്രത്യേകിച്ചൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഒരു സംഭവമായിരുന്നു. പിന്നെ അവിടെ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് കാണാം. അപ്പോൾ നമ്മുടെ വലിയ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും അതേ ലൈറ്റിൻ്റെ സ്ഥാനത്തോട്ട് പോവാണ്. നല്ല ജമന്തി പോലത്തെ കുറേ ചെടികളും അതിൻ്റെ അതോടെ തലയിട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. കുറേ പേര് അവിടെ ചെയ്യുന്നുണ്ട്. എന്താ 2023 എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഫസ്റ്റിലെ അങ്ങനെ തോന്നത്തില്ല. ഇവിടെ ഒരു പന്തലുണ്ട്, ഇതിനകത്ത് നിന്നും നമുക്ക് ഫോട്ടോസ് എടുക്കാം. നമ്മളിപ്പോൾ ഏറ്റവും മണ്ടയ്ക്കാണ് നിൽക്കുന്നത്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വ്യൂ കാണാൻ പറ്റും.
ഇവിടെ മറ്റൊരു അടിപൊളി സംഭവമുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഫുൾ വ്യൂ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്മസ് തീമാണ് അവർ കൊടുത്തേക്കുന്നുണ്ടോ, അടിപൊളി. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ 2024 കോഫി. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. KTDCയുടെ കോഫി കുടിക്കുകയാണ്. കോഫി കുടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ടെഡി ബേഴ്സിനെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഫുള്ള് റോസാ പൂവിലാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ലൈവ് പെർഫോമൻസ് നടക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കണം. അവിടെ ഒരു ടെൻറ്റ് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്, അടിപൊളി കൊള്ളാം. അടിപൊളിയായിട്ട് സൂപ്പറായിരുന്നു. ഇവിടെ എല്ലാവരും ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതെ, ഇതിൽ കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേ അതിലൊരു സ്ഥലത്താണ് നമ്മൾ പോയിരിക്കുന്നത്. അടിപൊളി സംഭവം. വീട് പൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. അടിപൊളി ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ താട്ടോ ഫൈനലി നമ്മുടെ സ്ഥലത്ത് ഇതേ നമ്മൾ പെട്രോൾ കയറിയില്ല, കാരണം അത് സ്ഥിരം നമ്മൾ പോകുന്ന സാധനമാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ പറ്റിക്കാറാണ് പതിവ്. അതുപോലെ തന്നെ നഷ്ടം 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. നമ്മുടെ സ്ഥിരം അത് എക്സിബിഷൻ അതും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് ഒരു മാംഗോ ഐസ്ക്രീം, നല്ല അടിപൊളി മാംഗോ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മിൽമയുടെയാണ്. പിന്നെ നമ്മുടെ പായസമുണ്ട്, പല വെറൈറ്റി പായസംസ് ഉണ്ട് ഇവിടെ. നമ്മളിപ്പം കളിക്കാൻ പോവാണ്. 50 രൂപ ഒരാൾക്ക്, അതും ചീറ്റി. ലാസ്റ്റ് ചാൻസ് ആണ്, ഇതിലെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഒരെണ്ണം കിട്ടി. മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കനകക്കുന്ന്? അടിപൊളി, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതെ, ഓൾവേസ് കനകക്കുന്ന് പൊളിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സീസണും കൂടെ ആയപ്പം വളരെ അധികം പൊളിയാണ് അല്ലേ? അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് എവിടെയാണ്? അപ്പം നമുക്കിനി സമയമില്ല, ഒരു സ്ഥലം കൂടെ നമ്മൾ പറഞ്ഞ പോലെ കവർ ചെയ്യാനുണ്ട്. എല്ലായിടത്തെയും വിശേഷങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ നെട്ടോട്ട് ഓടുന്നത്. അപ്പം നമുക്കിനി സമയമില്ല, വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വാ. അടുപ്പോഴത്തേക്കും ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് ബാക്കി അവിടെ വെച്ച് കാണാം. ഇവിടെ പുതിയ സ്കാനർ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്.
ഇവിടെ ഫുൾ വൈബല്ലേ. നമുക്ക് ഫസ്റ്റേ ഈ സൈഡിൽ കൂടെ പോവാം, എന്നിട്ട് നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാം. ഭയങ്കര ആക്റ്റീവ് അല്ലേ. ഹോട്ടലിന്റെ പേര് കണ്ടോ? പാപ്പക്കുട്ടി ബീച്ച് റിസോർട്ട്. So let's go to the beach. ഇപ്പോൾ കണ്ടില്ല കോളം ഫുള്ള് വൈബാണ്. അത് ഇവിടെ ഫുൾ എല്ലാം ലിറ്റാണ്. അത് എല്ലാവരും ഡാൻസും ബഹളവും പാട്ടും ഒക്കെയാണ്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഫുൾ എല്ലാ കടയും ഫുൾ ലിറ്റാണ്. ഹോട്ടൽസൊക്കെ നിറച്ച ആളാണ്. ബീച്ചിൻ്റെ സൈഡാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ ഒരു കാര്യം നമ്മളിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരല്ലേ ഭയങ്കര പാടാ. കുഴപ്പമില്ല, അതെ. എല്ലാ ദിവസവും ഇങ്ങനെ ആയിരുന്നെങ്കിൽ വിചാരിക്കും. കാരണം കണ്ടോ പുറയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഫുൾ ആൾക്കാരാണ്. ഹാപ്പി മൂഡാണ്. നമ്മൾ ബീച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് വന്നേക്കുന്നത്. ഇവിടെ ഇച്ചിരിയും കൂടെ ആൾ കൂടുതലാന്ന് തോന്നുന്നല്ലേ? ഇഷ്ടം പോലെ പട്ടങ്ങളുണ്ട്. എത്ര പട്ടങ്ങളാന്നേക്ക്, ഫുള്ളും പട്ടങ്ങൾ. അടിപൊളി. പോലീസിന്റെ കൺട്രോൾ റൂമൊക്കെ അവിടെയാണ്. അധികം നമ്മൾ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. മിക്കതും കനകക്കുന്നിൽ തന്നെ ആയിരിക്കും. ഒരു തവണ പോയി നമ്മളെ തിരിച്ചു വിട്ടു. കാരണം 12 മണിയായപ്പോഴാണ് നമ്മൾ പോയത്, ശംഖുമുഖത്തോട്ട് പോയത്. അന്നേരം കയറാൻ പറ്റില്ല. അപ്പം ഇന്ന് നേരത്തെ നമുക്ക് പോകണം. ഇപ്പം മണി ഏകദേശം 9:30 10 മണിയായി. മണി ഏകദേശം 10 മണിയായി. അപ്പം നമുക്കിനി നേരെ ശംഖുമുഖത്തോട്ട് പോകാം. ഒരു തരി സ്ഥലമില്ല, അത്ര തിരക്കാണ്. എനിക്ക് തോന്നുന്നു കോവളത്തിനേക്കാളും തിരക്ക് ശംഖുമുഖത്താണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബോട്ടിനകത്താണ് ഇരിക്കുന്നത്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അത് കഴിക്കാനാണ്. 2 കേക്കൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ കേക്ക് ഒന്ന് കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് പിന്നെ ന്യൂ ഇയർ ആകാൻ അധികം സമയമൊന്നുമില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. ഒന്ന് എത്തിയാ ഒന്നുണ്ടാവാൻ 2-3
എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ശംഖുമുഖത്ത് ന്യൂ ഇയർ നമ്മൾ ആദ്യമായിട്ട് ആഘോഷം, പക്ഷെ അടിപൊളിയാണ്. അപ്പം പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ബൈ.